വസുവമ്മേ. പാച്ചു എബിയും അഞ്ചു വസുവിനെയും വിളിച്ച് ഓടി വന്നു. എടാ എന്റെ മോള്. വസു കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു. അമ്മ കരയാതെ, എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോ അമ്പലത്തിലോ മറ്റോ പോയതാവും. പാച്ചു ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. പറഞ്ഞിട്ട് പൊക്കൂടെ, അമ്പലത്തിൽ പോകുന്നതിന് ഫോൺ ഓഫ് ചെയ്യുന്നത് എന്തിനാ? സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ജാനു ഉറക്കെ അവരോട് ചോദിച്ചു. പാച്ചുവിന്റെ എബിയുടെയും അഞ്ചുവിന്റെയും കണ്ണുകൾ ഒരുപോലെ സെറ്റി തല താഴ്ത്തിയിരിക്കുന്ന അച്ചുവിൽ പതിഞ്ഞു. എല്ലായിടവും നോക്കിയോ? അഞ്ചു അവരോട് ചോദിച്ചു. അവളുടെ ബാൽക്കണിയിൽ നോക്കിയോ? എന്തോ ഓർത്ത പോലെ എബിയും പാച്ചു ഒരുമിച്ച് ചോദിച്ചു. ബാൽക്കണി ഡോർ അടഞ്ഞിട്ട് തന്നെയാണ്, കർട്ടൻ പോലും മാറ്റിയിട്ടില്ല, പിന്നെ അവിടെ എങ്ങനെ ഉണ്ടാവാനാണ്? ജാനി അവരോട് പറഞ്ഞു. ജാനി പറഞ്ഞപ്പോ അഞ്ചുവും പാച്ചു എബി മുഖത്തോടെ മുഖം നോക്കി. പെട്ടെന്ന് അവര് ജെനിയുടെ മുറിയിലേക്ക് ഓടി. അവർ ഓടുന്നത് കണ്ടപ്പോ ബാക്കിയുള്ളവരും അവരുടെ പുറകെ ജെനിയുടെ മുറിയിലേക്ക് പോയി. അഞ്ചു അവളുടെ ബെഡിൽ നോക്കിയപ്പോ അവളുടെ ഫോൺ കിട്ടി. ഫോണുണ്ട് ഇവിടെ, ചാർജ് ഇല്ല, അതാണ് ഓഫായത്. ബെഡിൽ നിന്നും ജെനിയുടെ ഫോൺ അവരെ കാണിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. ജെനിയുടെ ഫോൺ അവൾ ചാർജിലിട്ടു. അപ്പോഴേക്ക് എബി ബാൽക്കണി കർട്ടൻ മാറ്റി ഗ്ലാസ് ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവരുടെ പുറകെ ബാക്കിയുള്ളവരും. അവിടെ ജെനിയെ കണ്ടപ്പോ അവർക്ക് ഒരുപോലെ സന്തോഷവും ആശ്വാസവും നിറഞ്ഞു. ബീൻ ബാഗിൽ ചാരിയിരുന്ന് കോഫി ടേബിളിൽ കാലും കയറ്റി വെച്ച് നല്ല ഉറക്കമാണ് അവള്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അവൾ ഇവിടെ ഉണ്ടെന്ന്? മഹി പാച്ചുവിനോട് ചോദിച്ചു. ഉറക്കം ഞെട്ടി എണീറ്റ് അവളുടെ സ്ഥിര സ്ഥലമാണ് അച്ഛ ഇവിടെ. മിക്കവാറും ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇവളെ കുത്തിപ്പൊക്കാറുള്ളത്. ചിരിയോടെ പാച്ചു പറഞ്ഞു. കുറച്ചു നേരത്തേക്കെങ്കിലും പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ നീ. ഉറങ്ങുന്ന അവളുടെ നെറുകയെ തലോടിക്കൊണ്ട് വസു പറഞ്ഞു. അമ്മയുടെ കരസ്പർശയേറ്റപ്പോൾ ജെനി പതിയെ കണ്ണു തുറന്നു. അവളെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോ അവൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവരെ സംശയത്തോടെ നോക്കി. നീ ഇന്നലെ ഇവിടെയാണോ ജെനി കിടന്നത്? ജാനി അവളോട് ചോദിച്ചു. മുറിയിലായിരുന്നു. പുലർച്ചെ ഉറക്കം ഞെട്ടി എണീറ്റപ്പോ ഇവിടെ വന്നിരുന്നതാണ്, ഉറങ്ങിപ്പോയി. ജെനി ബീൻ ബാഗിൽ നിന്ന് എണീറ്റുകൊണ്ട് അവളോട് പറഞ്ഞു. പേടിച്ചു പോയി മോളെ, നിന്നെ കാണാതെ ആയപ്പോ. അവളെ ചേർത്ത് പിടിച്ച് മഹി പറഞ്ഞപ്പോ ഒരു പുഞ്ചിരി ജെനി മറുപടി ഒതുക്കി. അവളുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കുന്ന അച്ചുവിലെത്തി നിന്നു. കുറച്ച് സമയം കൊണ്ട് അവ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഈ കട്ടം മാറ്റാതെ എങ്ങനെ നീ? മനു അവളോട് ചോദിച്ചു. മാറ്റിയിട്ടാണ് ഇറങ്ങിയത്, പിന്നെ എല്ലാം പഴയതുപോലെ ആക്കി ഡോർ അടച്ച് ഇവിടെ വന്നിരുന്നു. നിങ്ങൾ പേടിക്കൊന്നും കരുതിയില്ല, സോറി. ജെനി അവരോട് പറഞ്ഞു. സാരയില്ല, ഫ്രഷായി വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മഹി അവളോട് പറഞ്ഞു. ജെനി മൂളി. ജെനി പെട്ടെന്ന് റെഡിയായി വാ, ഹോസ്പിറ്റലിൽ പോവണ്ടേ, ഇന്നല്ലേ? പാച്ചു അവളെ ഒരു തവണ കൂടി ഓർമ്മിപ്പിച്ചു. വരാം. ജെനി അവനോട് പറഞ്ഞു. എല്ലാവരും വാ, കഴിക്കാം. വസു എല്ലാവരെയും വിളിച്ചു താഴേക്ക് പോയി. പാച്ചു എബിയ അഞ്ചു അവരുടെ കൂടെ താഴേക്ക് പോയി. എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ അച്ചു അവളെ മുറുകെ പുണർന്നു. ആദ്യം ജെനിയൊന്നും പകച്ചെങ്കിലും പിന്നീട് അവളുടെ കൈകളും അവനെ പുണർന്നു. അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവൾ അറിഞ്ഞു കുറച്ച് സമയം കൊണ്ട് അവ അനുഭവിച്ച വേദന. ഞാൻ പേടിച്ചു പോയി ജെനി. ഞാൻ പറഞ്ഞതല്ലേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന്. ഞാൻ ഇല്ലാണ്ടായി പോയി. അവളെ വീണ്ടും മുറുകെ പുണർന്നുകൊണ്ട് അച്ചു പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ജെനി അത്ര ഹൃദയമില്ലാത്തവളൊന്നും അല്ല. എനിക്ക് വേണം ഈ നെഞ്ചിലെ സ്നേഹം മുഴുവൻ. പിന്നെ കുറച്ച് സമയത്തേക്ക് ടെൻഷൻ അടുപ്പിച്ചതിന് സോറി. അവനെ പുണർന്നുകൊണ്ട് ജെനി പറഞ്ഞു. അച്ചുവിന്റെ ചുണ്ടുകൾ അവളുടെ തോളിൽ പതിഞ്ഞു. കുറച്ച് സമയം കൂടി അവർ അങ്ങനെ തന്നെ നിന്നു. ഫ്രഷായിട്ട് വാ, ഞാൻ താഴെ ഉണ്ടാവും. അവളിൽ നിന്നും വിട്ടുനിന്ന് അച്ചു പറഞ്ഞു. ജെനി തലയാട്ടിക്കൊണ്ട് ഫ്രഷ് ആവാൻ കയറി. അച്ചു താഴേക്കും പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജെനിയും ഫ്രഷായി താഴേക്ക് വന്നു. മോളെ വാ, കഴിക്കാം. വസു അവളെ വിളിച്ചു. വേണ്ട, വിശപ്പില്ല. ജെനി അതും പറഞ്ഞ് വണ്ടിയുടെ കീ എടുത്തു. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ ജെനി, കളിക്കാതെ വന്നേ. വസു അവളെ വീണ്ടും വിളിച്ചു. വേണ്ട, അടിയുടെ വേദന പോയിട്ടില്ല. ഒരുമിച്ച് 2 എണ്ണം കിട്ടിയതല്ലേ, കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. വാടാ, ഹോസ്പിറ്റലിൽ പോവാം. പാച്ചുവിനെയും എബിയ അഞ്ചുവിനെയും വിളിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. മഹി അവളെ വേദനയോടെ നോക്കി. മഹിയേട്ടാ. വസു അയാളെ വിളിച്ചു. നന്നായി വേദനിച്ചിട്ടുണ്ടാവും അല്ലേ എന്റെ മോൾക്ക്? വേണ്ടിയിരുന്നില്ല. മഹി നേരത്തെ ചിരിയോടെ പറഞ്ഞു. പാച്ചു, ഏത് ഹോസ്പിറ്റലാണ് ചേച്ചി? മനു പുറത്തേക്ക് ഇറങ്ങാൻ പോയ പാച്ചുവിനോട് ചോദിച്ചു. പാച്ചു അവന് ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറഞ്ഞു. അവർ 4 പേരും ഹോസ്പിറ്റലിലേക്ക് പോയി. നമുക്കും പോണ്ടേ അവരുടെ ചേച്ചി ആനിയമ്മയും കാണാൻ? ചന്ദ്രൻ മറ്റുള്ളവരോട് ചോദിച്ചു. പോണം, നമുക്കും പെട്ടെന്ന് ഇറങ്ങാം. മഹി തിടുക്കം കൂട്ടി. ജെനി കഴിക്കാതെ പോയത് കൊണ്ട് അച്ചു എന്തൊക്കെയോ നുള്ളിപ്പറിക്ക് എണീറ്റു. അവരും പാച്ചു പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. ജെനിയും കൂട്ടുകാരും ചെല്ലുമ്പോൾ അഖില എണീറ്റിരിക്കുകയായിരുന്നു. അഖിലയുടെ അടുത്ത് തന്നെ ആനിയമ്മയും ഉണ്ട്. ചേച്ചി. അഖിലയെ വിളിച്ചുകൊണ്ട് ജെനി അകത്തേക്ക് കയറി. അഖില ചിരിച്ചുകൊണ്ട് അവളെ കൈകാണിച്ചു വിളിച്ചു. ജെനി പുഞ്ചിരിയോടെ അഖിലയുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് പേടിയാവുന്നു ജെനി. ജെനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അഖില പറഞ്ഞു. അഖില പറയുന്നത് കേട്ടപ്പോൾ ജെനി അവളിൽ നിന്നും അകന്നു മാറി. അഖിലയുടെ മുഖം അവളുടെ കൈക്കുമ്പിളിൽ എടുത്തു. എന്തിനാ പേടിക്കുന്നേ? പേടിക്കണ്ട, എന്റെ ചേച്ചി പഴയതുപോലെ ആവും, എനിക്ക് ഉറപ്പുണ്ട്. അഖില നിറഞ്ഞ കണ്ണുകളോടെ ജെനിയെ കെട്ടിപ്പിടിച്ചു.
ജെന്നി തിരിച്ചും പുഞ്ചിരിച്ചുകൊണ്ട് അഖിലയെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആനിയമ്മയെ എബിയും അഞ്ജുവും പാച്ചും അവരുടെ കണ്ണുകൾ തുടച്ചു. ജെനിയെ അഖിലയെ നോക്കി നിൽക്കുമ്പോഴാണ് പാച്ചുവിന്റെ ഫോൺ അടിച്ചത്. ജാനിയായിരുന്നു. ഹലോ ചേച്ചി. പാച്ചു, നീ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാ? ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് ചേച്ചി. റൂം നമ്പർ 201 ആ, ഇപ്പൊ വരാം. പാച്ചു ഫോൺ വെച്ചു. ആരായിരുന്നു പാച്ചു? എബി അവനോട് ചോദിച്ചു. ജാനി ചേച്ചി ആയിരുന്നു. കാര്യം എന്താ? അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. റൂം ഏതാണെന്ന് ചോദിച്ചു വിളിച്ചതാണ്. കുറച്ചു സമയം അവരുടെ ഇടയിൽ നിശബ്ദത പരന്നു. അഖില ജെനിയുടെ മടി തലവെച്ച് കിടക്കുകയായിരുന്നു. ജെനി അഖിലയുടെ മുടി തലോടിയിരിക്കുന്നുണ്ട്. ആരോ ഡോറിൽ തട്ടുന്നത് കേട്ടപ്പോ അഞ്ചു എണീറ്റ് വാതിൽ തുറന്നു. ജെനിയുടെ കുടുംബവും അച്ഛന്റെ കുടുംബവും ആയിരുന്നു. ഞാൻ ജെനിയുടെ അച്ഛനാണ്, മഹേന്ദ്രൻ. മഹി ആനയമ്മയ്ക്ക് അവരെ പരിചയപ്പെടുത്തി. ഞാൻ ആനി. ആനിയമ്മ അവരെയും പരിചയപ്പെടുത്തി. ഇവര് പറഞ്ഞറിയാം, ആദ്യമായിട്ടല്ലേ കാണുന്നത്. മഹി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ആനിയമ്മയും പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകൾ ജെനിയുടെ മടിയിൽ കിടക്കുന്ന അഖിലയെ തങ്ങി നിന്നു. അതാണ് അഖില, കിങ്ങിണിയുടെ അമ്മ. അവരുടെ നോട്ടം കണ്ടപ്പോ ആനിയമ്മ പറഞ്ഞു. വസുവും സീതയും ജാനി അഖിലയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ചേച്ചി. അവർ അടുത്തു വന്നപ്പോ ജെനി അഖിലയെ വിളിച്ചു. ഉറങ്ങുവാണോ? അല്ല, വെറുതെ കണ്ണടച്ച് കിടന്നതാണ്. എന്നാ നോക്കി ആരൊക്കെ വന്നിരിക്കുന്നതെന്ന്. ജെനി പറയുന്നത് കേട്ടപ്പോ അഖില കണ്ണു തുറന്നു നോക്കി. പരിചയമില്ലാത്ത മുഖങ്ങളായതിനാൽ അവൾ സംശയത്തോടെ ജെനിയെ നോക്കി. എന്റെ അമ്മമാരും ചേച്ചിയുമാണ്. അവളെ നോക്കിയ അഖിലയോട് ജെനി പറഞ്ഞപ്പോ അഖില പതിയെ എണീറ്റു. ജെനി അവളെ താങ്ങി പിടിച്ചിരുത്തി. മുഖത്ത് മറ്റൊരു ഭാവവും ഇല്ലാതെ നിറഞ്ഞ ചിരിയോടെ അതിലേറെ സംതൃപ്തിയോടെ അഖിലയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ജെനി അവർക്കെല്ലാം പുതുമയായിരുന്നു. തല്ലുകൊളിയായ ജെനിയുടെ ഈ മുഖം അവരേറെ നേരം നോക്കി നിന്നു. അഖിലയുടെ കാര്യങ്ങളെല്ലാം ജെനി തന്നെയാണ് നോക്കിയിരുന്നത്. എണീറ്റ് നടക്കാൻ വയ്യാതായിരുന്നപ്പോഴും എല്ലാം ജെനി തന്നെയായിരുന്നു എല്ലാത്തിനും മുന്നേ. പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും അവൾ യാതൊരു മടിയും കൂടാതെ അഖിലയ്ക്ക് ചെയ്തു കൊടുക്കും. ഓരോ നിമിഷവും ജെനി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുവാണ്. നിങ്ങൾ പുണ്യം ചെയ്ത അച്ഛനും അമ്മയാണ്. അതുകൊണ്ടാണ് അവളെ നിങ്ങൾക്ക് മകളായി കിട്ടിയത്. ജെനിയെ തന്നെ നോക്കി നിൽക്കുന്ന മഹിയോടും മറ്റുള്ളവരോട് ആനിയമ്മ പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ സ്നേഹത്തോടെ നോക്കി. ഇത് അങ്കത്ത്, ജെനിയുടെ ഉഡ്ബിയാണ്. മഹി അച്ചുവിനെ കാണിച്ചുകൊണ്ട് ആനിയമ്മയോട് പറഞ്ഞു. അച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു. നന്നായിരിക്കട്ടെ. അച്ചുവിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ആനിയമ്മ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അഖിലയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാൻ നഴ്സുമാർ വന്നു. സ്ട്രെച്ചറിൽ കിടക്കുമ്പോഴും ജെനിയുടെ കൈകൾ അഖിലയുടെ കൈക്കുള്ളിലായിരുന്നു. തിയേറ്ററിലേക്ക് കയറ്റിയപ്പോൾ പുറത്ത് എല്ലാവരും അക്ഷമയോടെ കാത്തിരുന്നു. തിയേറ്ററിന്റെ പുറത്തുള്ള ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ എല്ലാവരും മനമൊരുക്കി പ്രാർത്ഥിച്ചു തുടങ്ങി. ജെനി അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു കണ്ണടച്ച് ചുമലിലേക്ക് ചാരിയിരുന്നു. അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അച്ചു അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളുടെ കൈക്കുമേൽ അവന്റെ കൈകൾ വെച്ചു. ജെനി അവന്റെ തോളിലേക്ക് തലചായ്ച്ചിരുന്നു. അവളുടെ കൈകളിൽ തലോടി അച്ചു അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ. ജെനി പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തെത്തി. സർജറി കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ബോഡി അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കണം. മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയാൽ പേടിക്കാനൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞ് ഐസിയുലേക്ക് മാറ്റാം. പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ എല്ലാവരിലും ആശ്വാസത്തിന്റെ തിരി തെളിഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ അഖിലയെ ഐസിയുലേക്ക് മാറ്റി. ഒരാൾക്ക് കയറി കാണാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ജെനിയെ തന്നെ പറഞ്ഞു വിട്ടു. മറ്റു ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ അവർ കൊടുത്ത ഡ്രസ്സും മാസ്കും ധരിച്ച് ജെനി അകത്തേക്ക് കയറി. അഖിലയുടെ അടുത്തേക്ക് പോകാതെ കുറച്ച് വിട്ടുനിന്ന് അവൾ അവളുടെ അഖില ചേച്ചിയെ കണ്ട് പെട്ടെന്ന് ഇറങ്ങി. കുഴപ്പമൊന്നും ഇല്ലല്ലോ ജെനി. അവൾ ഇറങ്ങിയതും എല്ലാവരും അവളെ പൊതിഞ്ഞു. ഇല്ല, ജെനി എല്ലാവരോടും പറഞ്ഞു. ഞാനന്ന് കോളേജിൽ പോയിട്ട് വരാം, ജെനി മഹിയോട് പറഞ്ഞു. എന്തിനാ ജെനി? മഹി അവളോട് ചോദിച്ചു. ഇന്നാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഞാൻ അടച്ചിട്ട് വരാം. നേരത്തെ ചിരിയോടെ ജെനി പറഞ്ഞു. മോളെ, ഞാൻ പൈസ വേണ്ടേ? മഹി പെട്ടെന്ന് അവളോട് ചോദിച്ചു. വേണ്ട, എന്റെയിലുണ്ട്, ഞാൻ പെട്ടെന്ന് വരാം. ജെനി പുഞ്ചിരിയോടെ മഹിയോട് പറഞ്ഞു. ഞാനും വരാൻ ജെനി, ഒറ്റയ്ക്ക് പോകണ്ട. അവളുടെ കൂടെ അഞ്ജുവും ചെന്നു. എല്ലാവരോടും പറഞ്ഞ് അഞ്ജുവും ജെനി ഫീ അടയ്ക്കാൻ വേണ്ടി കോളേജിലേക്ക് പോയി. ഫീ അടച്ചു വന്ന അവരെ കാത്തിരുന്നത് അഖിലയുടെ മരണവാർത്തയായിരുന്നു. ജെനി. ഫീ അടച്ച് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്ന ജെനിയെ പാച്ചു എബിയും കെട്ടിപ്പിടിച്ചു. എന്താടാ? അവരുടെ വെപ്രാളവും സങ്കടവും കണ്ടപ്പോൾ ജെനിയെ അഞ്ജു അവരോട് ചോദിച്ചു. എടാ അത്. പാച്ചു എന്തോ പറയാൻ വന്നപ്പോഴേക്കും ജെനി പാച്ചുവിനെ മാറ്റി മുന്നോട്ട് നടന്നു. അവള് പോകുന്നത് നോക്കി തിരിഞ്ഞ് അവർ കണ്ടത് വെള്ള പുതച്ചു കൊണ്ടുവരുന്ന അഖിലയുടെ മൃതദേഹമാണ്. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. സ്ട്രെച്ചറിൽ കിടക്കുന്ന അഖിലയെ തന്നെ നോക്കി നിൽക്കുന്ന ജെനിയോട് നഴ്സ് പറഞ്ഞു. ജെനി ശാന്തമായി ഉറങ്ങുന്ന അഖിലയെ കണ്ണിറയെ നോക്കി നിന്നു. കുനിഞ്ഞ് അഖിലയുടെ നെറ്റിയെ ചുണ്ടുക ചേർത്ത് എല്ലാവരെയും നോക്കി മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ച് ജെനി കോറിഡോറിലൂടെ നടന്നു നീങ്ങി. ജെനി പോകുന്നത് എല്ലാവരും വേദനയോടെ നോക്കി നിന്നു. അവർക്ക് അവൾ സമ്മാനിച്ച പുഞ്ചിരിയിലുണ്ടായിരുന്നു അവളുടെ വേദന എത്രത്തോളം എന്ന്. എന്തിനാ ചേച്ചി ഞങ്ങളെ വിട്ടു പോയത്? അഖിലയെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എബിയ അഞ്ജുവും പാച്ചും പദം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ ആനിയമ്മേ
എണീക്കാൻ പറ ചേച്ചിയോട്. ചേച്ചി. അഞ്ജു ആനിയമ്മയെ നോക്കിക്കൊണ്ട് കരഞ്ഞു. അവരുടെ 3 പേരുടെയും കരച്ചിൽ കണ്ട് അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ബാക്കിയുള്ളവർ കുഴങ്ങി. പരീക്ഷിച്ച് മതിയായില്ലേ യേശുവേ? എന്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? നീ അത് കണ്ടില്ലെന്ന് നടിച്ചത് എന്തിനാ? പാവമായിരുന്നില്ലേ അഖില? ആനിയമ്മയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളതെങ്കിലും അഖിലയുടെ മരണം മഹിക്കും മറ്റുള്ളവർക്കും വേദനയായിരുന്നു. അഖിലയും കിങ്ങിണിയും അവരുടെ ഉള്ളിൽ ഒരു നോവായി തന്നെ ഇരുന്നു. ജെനിയെ അന്വേഷിച്ച് അച്ചു നടന്നു. കോറിഡോറിന്റെ ഒരിട്ടത് കാൽമുട്ടിൽ മുഖം ചേർത്ത് തറയിലിരിക്കുന്ന അവളെ കണ്ടപ്പോ അവന്റെ നെഞ്ചു പിടഞ്ഞു. അവ അവളുടെ അടുത്തേക്ക് ഓടി. അച്ചു വന്നതോ അവളുടെ അടുത്തിരുന്നതോ ഒന്നും ജെനി അറിഞ്ഞില്ല. അവളുടെ മനസ്സ് മുഴുവൻ അവളുടെ അഖില ചേച്ചിയായിരുന്നു. ജെനി. ജെനിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അച്ചു അവളെ വിളിച്ചു. അച്ചുവിന്റെ ശബ്ദം കേട്ടപ്പോ അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളകളും കണ്ണുനീർ പറ്റിപ്പിടിച്ച കവിളുകളും കണ്ടപ്പോൾ അവൾ കരയുകയായിരുന്നു എന്നവന് മനസ്സിലായി. അവനെ തന്നെ നോക്കിയിരുന്ന ജെനിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നപ്പോൾ അച്ചു അവളെ അവന്റെ നെഞ്ചിലേക്ക് ചാച്ചു. അതിന് കാത്തിരുന്നതുപോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ വീണ് നനയുന്ന അവന്റെ നെഞ്ച് അവന് പൊള്ളുന്നത് പോലെ തോന്നി. അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കേട്ടറിവ് മാത്രമുള്ള ഒരു ദിവസം മാത്രം കണ്ട് പരിചയമുള്ള അഖിലയുടെ മരണം അവരെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം എന്ന പോലെ ഒരു വർഷത്തോളം ഒരുമിച്ച് നടന്ന ജെനിയുടെ അവസ്ഥ അവൻ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജെനി. അവളുടെ നെറുകെ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. എനിക്ക് ദൈവത്തിനോട് ദേഷ്യം തോന്നുന്നു ഏട്ടാ. എന്തിനാ വീണ്ടും ചേച്ചിയെ? ജെനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ചു ഒന്നും പറഞ്ഞില്ല. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ആദ്യം എന്റെ കിങ്ങിണി, പിന്നെ ചേച്ചിയുടെ കിഡ്നി, എന്നിട്ട് എല്ലാം ശരിയായിപ്പോ ചേച്ചിയുടെ ജീവൻ തന്നെ. എന്തിനാ ഏട്ടാ? ജെനി പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. കരയാതടാ ജെനി. അച്ചു അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. ജെനി പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ നിന്ന് മാറി. അച്ചു അവളെ നോക്കി. ജെനി 2 കൈകൊണ്ട് മുഖം അമർത്തി തുടച്ച് അച്ചുവിനെ നോക്കി. മുഖത്തൊരു പുഞ്ചിരി വരുത്തി. ഒന്നും മനസ്സിലാവാതെ അച്ചു അവളെ തന്നെ നോക്കിയിരുന്നു. എനിക്ക് പക്ഷെ സങ്കടത്തിനേക്കാളും സന്തോഷം തോന്നുന്നു അച്ചുവേട്ടാ. എന്റെ കിങ്ങിണി, അവൾ ഇത്രയും നാൾ ഒറ്റയ്ക്കായിരുന്നില്ലേ അവിടെ? ഇനിയിപ്പോ അവൾക്ക് കൂട്ടിന് അവളുടെ അമ്മയെ തന്നെ കിട്ടിയില്ലേ? അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? സന്തോഷിക്കട്ടെ. എന്റെ കുഞ്ഞിന് അമ്മയോടൊപ്പം ജീവിച്ച് കൊതി തീരാതെ അല്ലേ പോയത്? ഇനി ആരുടെ ശല്യമില്ലാതെ അമ്മയും മോളും സന്തോഷത്തോടെ അവിടെ ജീവിക്കട്ടെ. നേരത്തൊരു പുഞ്ചിരിയോടെയാണ് അവൾ അത് പറയുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും ഇടയ്ക്കിടെ ഇടറിപ്പോകുന്ന വാക്കുകളും കണ്ടപ്പോൾ അച്ചുവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് മുറുകെ പുണർന്നു. ജെനിയും അവനെ കെട്ടിപ്പിടിച്ച് അവളുടെ സങ്കടം കരഞ്ഞു തീർത്തു. ഈശ്വരൻ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയാവുമല്ലേ തീരുമാനിച്ചിട്ടുണ്ടാവുക? കരച്ചിലിനിടയിലും അവൾ അവളെ തന്നെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അച്ചു ഒരു നിമിഷം അവൾ കൈവിട്ടു പോകുമോ എന്ന് പോലും പേടിച്ചുപോയി. അത്രത്തോളം ആയിരുന്നു അവളുടെ വേദന. അഖിലയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ജെനിയും കൂട്ടുകാരും കഷ്ടപ്പെട്ടതൊന്നും ഈശ്വരൻ കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ അച്ചുവിന് പോലും ഈശ്വരനോട് പരിഭവം തോന്നി. എങ്കിലും വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. അച്ചുവേട്ടൻ വന്നേ, ബോഡി കൊണ്ടുപോകണ്ടേ നമുക്ക്? ഇങ്ങനെ ഇരുന്ന ശരിയാവില്ല. എന്റെ ചേച്ചിയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണ്ടേ? അവനിൽ നിന്ന് പിടഞ്ഞു മാറിക്കൊണ്ട് അവൾ പറഞ്ഞു. അച്ചു അവളുടെ കൂടെ എണീറ്റു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. അച്ചു ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്ന ജെനിയെ കണ്ടപ്പോൾ അവർക്കെല്ലാം അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു. ജെനിയുടെ കണ്ണുകൾ കരഞ്ഞു തളർന്നിരിക്കുന്ന അവളുടെ കൂട്ടുകാരിലും ആനിയമ്മയിലും എത്തി. അവൾ അച്ചുവിൽ നിന്ന് മാറി അവരുടെ അടുത്തേക്ക് ചെന്നു. ജെനിയെ കണ്ടത് 3 പേരും കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ജെനിയുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞ് ചുണ്ടുകൾ വിറച്ചിരുന്നു. അവളും വിതുമ്പി തുടങ്ങി. നമ്മൾ വേദനിച്ചാലും ചേച്ചി സന്തോഷിക്കുന്നുണ്ടാവും. കിങ്ങണിയെ കാണാലോ ഇനി. മോളെ ഓർത്ത് നീറണ്ടല്ലോ ഇനി. ഒരു കണക്കിന് നന്നായി, അമ്മയും മോളും ഒന്നിച്ചല്ലോ. വിതുമ്പിക്കൊണ്ട് ജെനി പറഞ്ഞപ്പോ പാച്ചു, എബി, അഞ്ചു അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. കണ്ടു നിന്നവരെല്ലാം കണ്ണുകൾ തുടച്ചു. എല്ലാം കഴിഞ്ഞ് അഖിലയുടെ ബോഡി ബത്ലഹേമിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറച്ചു നേരം വെച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. കൂടുതൽ വൈകിക്കാതെ മൃതദേഹം സംസ്കരിച്ചു. എല്ലാം നിർവികാരതയോടെ നോക്കി നിന്ന ജെനിയും പാച്ചു, എബിയും അഞ്ചും എല്ലാവർക്കും വേദനയായിരുന്നു. അഖിലയുടെ സംസ്കാരം കഴിഞ്ഞ് കുറച്ചു സമയം ജെനി ആനിയമ്മയുടെ അടുത്തിരുന്നു. പിന്നീട് അവിടെ നിന്ന് എണീറ്റ് പ്രയർ റൂമിലേക്ക് പോയി. അവളുടെ പുറകെ അഞ്ചുവും പാച്ചുവും എബിയും. അവർ പോകുന്ന കണ്ടപ്പോൾ എല്ലാവരും അവരുടെ ഒപ്പം വെച്ച് പിടിച്ചു. പ്രയർ റൂമിലെ ചുമലിലെ കിങ്ങിണിയുടെ ഫോട്ടോയിലേക്ക് നോക്കി 4 പേര് നിന്നു. ജെനി പതിയെ കൈകൾ ഉയർത്തി ഫോട്ടോയിൽ തലോടി. സന്തോഷായില്ലേ മോളെ? അമ്മ വന്നല്ലോ അങ്ങോട്ട്. മോളമ്മയെ കുറച്ചു ദിവസം ശല്യപ്പെടുത്തരുത് കേട്ടോ. അമ്മയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അമ്മയെ നല്ല പോലെ ശ്രദ്ധിക്കണേ. അമ്മയുടെ കൂടെ മോളെ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് 4 പേരും കരഞ്ഞിരുന്നു. അവരെ നോക്കി വാതിക്കൽ നിന്നവരെല്ലാം കണ്ണു തുടച്ചു. വൈകുന്നേരത്തോടെ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ പാടെ ജെനി ആരോടും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അവളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ആരും അവളെ ശല്യപ്പെടുത്തിയില്ല.
എന്ത് വിധിയാണ് ഈശ്വര, വസു സങ്കടത്തോടെ പറഞ്ഞു. ജെനിക്കാണ് ഏറ്റവും സങ്കടം. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അവര്? ജാനി പറഞ്ഞു. അവളുടെ ജീവിതം ഇങ്ങനെയായി തീരുക എന്നുള്ളത് വിധിയാണ് മോളെ. അല്ലെങ്കിൽ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയ സമയം തന്നെ അറ്റാക്കിന്റെ രൂപത്തിൽ മരണം വരില്ലായിരുന്നു. ചന്ദ്രൻ ജാനിയോട് പറഞ്ഞു. നീ എന്താ മഹി ഒന്നും മിണ്ടാത്തെ? മിണ്ടാതിരിക്കുന്ന മഹിയോട് ചന്ദ്രൻ ചോദിച്ചു. ഞാൻ എന്ത് പറയാനാ ചന്ദ്ര, എന്റെ മോളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. അവള് പഴയ പോലെ ആവില്ലേ എന്നൊരു പേടി. മഹി സങ്കടത്തോടെ പറഞ്ഞു. അവള് പഴയ പോലെ ആവോ അച്ഛേ, അച്ഛ വിഷമിക്കാതെ. മനു മഹിയെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പറഞ്ഞു. ഇടയ്ക്കിടെ അച്ചുവിന്റെ കണ്ണുകൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ, നീ വരുന്നോ അച്ചു? അച്ചുവിന്റെ നോട്ടം കണ്ട മനു അവനോട് ചോദിച്ചു. അച്ചുവും അനുവിന്റെ കൂടെ എണീറ്റു. ജാനി, ഞങ്ങൾ മുറിയിലുണ്ടാവും, ജാനിയോട് പറഞ്ഞു മനുവും അച്ചുവും മുകളിലേക്ക് പോയി. ചെല്ലി, നീ നോക്കുന്ന കണ്ടപ്പോ നിനക്ക് വേണ്ടി വന്നതാണ് ഞാൻ, പോയി അവളെ കണ്ടിട്ട് വാ. ജെനിയുടെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ മനു അച്ചുവിനോട് പറഞ്ഞു. അവൻ മനുവിനെ നോക്കി പൊഞ്ചിരിച്ചുകൊണ്ട് ജെനിയുടെ മുറിയിലേക്ക് കയറി. മനു ജാനിയുടെ മുറിയിലേക്കും പോയി. അച്ചു ചെല്ലുമ്പോൾ ജെനി കണ്ണടച്ച് കിടക്കുവാണ്. ഇടയ്ക്കിടെയുള്ള ഏങ്ങലടികൾ കേൾക്കുന്നതിനാൽ അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അച്ചു അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവന്റെ സാമീപ്യം മനസ്സിലാക്കിയ ജെനി അച്ചുവിന്റെ അടുത്തേക്ക് നീങ്ങി അവന്റെ മടിയിൽ തലവെച്ച് കിടന്നു. ജെനി, അവളുടെ മുടിയിൽ തലോടി അച്ചു അവളെ വിളിച്ചു. സങ്കടം മാറുന്നില്ല ഏട്ടാ, വിതുമ്പുന്ന ചുണ്ടാലെ അവൾ പറഞ്ഞപ്പോൾ അവൻ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയെ ചുംബിച്ചു. ഉറങ്ങിക്കോ, ഉറങ്ങി എണീക്കുമ്പോ സങ്കടം മാറും. അവളുടെ കവളിൽ തലോടി അവൻ പറഞ്ഞു. എന്റെ അടുത്തിരിക്കണേ, ജെനി അവനോട് പറഞ്ഞു. ആടാ, ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവൻ പറഞ്ഞപ്പോ അവൾ അവന്റെ കൈ പിടിച്ച് അവന്റെ കൈവെള്ളയിൽ അവളുടെ മുഖം ചേർത്ത് കിടന്നു. പതിയെ അവൾ ഉറക്കം പിടിച്ചു തുടങ്ങി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ അവൻ നോക്കിയിരുന്നു. അവളെ ഉണർത്താതെ അവന്റെ കൈ പിൻവലിച്ചു. അവളെ പുതപ്പിച്ച് AC ഓണാക്കി അവൻ മുറിവിട്ടിറങ്ങി. മനസ്സൊന്ന് ശാന്തമാവാൻ വേണ്ടി അവൻ കോമൺ ബാൽക്കണിയിൽ പോയിരുന്നു. ഇതെന്താ ഇന്ന് പതിവില്ലാത്തൊരു മഴ? പുറത്തേക്ക് നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു. മഴയ്ക്ക് പെയ്യാൻ സമയമൊക്കെ വേണം, എന്തായാലും മഴ തോർന്നിട്ടേ പോവാൻ പറ്റൂ. ചന്ദ്രൻ പറഞ്ഞു. അച്ഛേ, ജെനിയെ കണ്ടോ? മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ജാനി മഹിയോട് ചോദിച്ചു. അവള് മുറിയിലില്ലേ? മഹി അവളോട് തിരിച്ചു ചോദിച്ചു. ഇല്ല, അതല്ലേ അച്ഛനോട് ചോദിച്ചേ. എന്താ ഏട്ടത്തി? അവരുടെ സംസാരം കേട്ട് വന്ന അച്ചു ജാനിയോട് ചോദിച്ചു. ജെനിയെ മുറിയിൽ കണ്ടില്ല, അവൾ എവിടെയാണെന്ന് നീ കണ്ടോ? ജാനി അച്ചുവിനോട് ചോദിച്ചു. ഇല്ല. ഈ പെണ്ണ് എവിടെ പോയി? ജാനി ചുറ്റും നോക്കി പറഞ്ഞപ്പോഴാണ് പുറത്തു നിന്ന് അവളുടെ ഗിറ്റാറിന്റെ സൗണ്ട് കേട്ടത്. പുറത്തുണ്ടായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി നോക്കി. അവിടെയൊന്നും അവളെ കണ്ടില്ല. വീണ്ടും ഗിറ്റാറിന്റെ ശബ്ദം കേട്ടപ്പോ അവരെല്ലാം മുറ്റത്തേക്ക് നോക്കി. തകർത്ത് പെയ്യുന്ന മഴയിൽ ഗാർഡനിലെ ബെഞ്ചിലിരുന്ന് ഗിറ്റാർ പ്ലേ ചെയ്യുകയാണ് ജെനി. അയ്യോ, അവള് മഴയത്താണല്ലോ, ഈ പെണ്ണ്. വാസു തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കുട കൊണ്ടുവരാം. ജാനു അകത്തു കയറി കുട എടുത്തു വന്നപ്പോഴേക്കും ജെനി വന്നു. എന്താ ജെനി ഇത്, അസുഖം വരുത്തി വെക്കാനാണോ? അവളുടെ തല തുടച്ചുകൊണ്ട് വസു ചോദിച്ചു. അല്ലമ്മേ, കിങ്ങിനെ അവളുടെ അമ്മയെ കിട്ടിയ സന്തോഷം അറിയിക്കുന്നതാണ് ഈ മഴ. അപ്പൊ ഞാനും അവളുടെ സന്തോഷത്തിൽ പങ്കുചേരണ്ടേ? ഇളം ചിരിയോടെയാണ് അവളത് പറഞ്ഞെങ്കിലും അവളുടെ കണ്ണിലെ നീർമണികൾ അവരെല്ലാം കണ്ടിരുന്നു. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് ജെനി മുറിയിലേക്ക് പോയി. ജെനി പോകുന്നത് നോക്കി അവരെല്ലാം നിന്നു.